കേരളവർമ്മ രാജ തിരുവനന്തപുരത്ത് ഹിന്ദു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. ഏകദേശം 1,00,000 വോട്ട് പിടിച്ചു. പാർലമെൻറ്റിലാണ് മത്സരിച്ചത്. തിരുവനന്തപുരം മണ്ഡലത്തിൽ 1,00,000 വോട്ട് പിടിച്ചു. അന്ന് മുതൽ തിരുവനന്തപുരത്ത് ഹിന്ദു വോട്ടിൻ്റെ ഒരു കൺസോൾട്ടേഷൻ ഇങ്ങനെ നടന്ന് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ഹൈപ്പായിരിക്കും ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിന് കാണാനുള്ള എല്ലാ സാധ്യതയും. പല കാരണങ്ങളാൽ തിരുവനന്തപുരത്ത് ഹിന്ദു കൺസോൾട്ടേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, രാജീവ് ചന്ദ്രശേഖർ നേമത്ത് മത്സരിക്കുന്നു. അത് വലിയ കൺസോൾട്ടേഷൻ അവിടെ നടക്കും. ശിവൻകുട്ടിക്ക് പഴയതുപോലുള്ള പേരവിടെ ഇല്ല. അദ്ദേഹത്തിന് ഒരു അപഹാസ്യതനായ മന്ത്രിയായിട്ടാണ്, പരാജയപ്പെട്ടൊരു മന്ത്രിയായിട്ടാണ് ജനങ്ങൾ കാണുന്നത്. അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ കോർപ്പറേഷനായിട്ട് തർക്കം ഉണ്ടാക്കുക, ഒരു മന്ത്രി എന്ന ലെവൽ വിട്ടുകൊണ്ട് സകല ഒരു കാര്യത്തിലും കയറി അഭിപ്രായം പറയുക, സോഷ്യൽ മീഡിയയിൽ പറയുക. ഇപ്പം 150ഓളം പ്രിൻസിപ്പാൾമാരുടെ അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ല. 150 സ്കൂളിൽ പ്രിൻസിപ്പാൾമാരില്ല ഹയർ സെക്കൻഡറിയിൽ. അത്രമാത്രം കാര്യങ്ങൾ. അതുപോലെ PM ശ്രീ ഇങ്ങനെ ആകെ നാശകോശയാക്കി വെച്ചിരിക്കുന്ന സാഹചര്യമുണ്ട്. അവിടെ കൃത്യമായൊരു ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. വാട്ടിയൂർക്കാവിൽ ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. കാട്ടാക്കടയിൽ ആൾറെഡി നടന്നുകൊണ്ടേയിരിക്കുന്നു. അവിടെ നരേന്ദ്രമോദിയൊക്കെ പോയി കഴിഞ്ഞ പ്രാവശ്യം വലിയ ഹൈപ്പ് ഉണ്ടാക്കി. അതിൻ്റെ ഒരു വലിയൊരു സാധ്യത അവിടെ വരുന്നു. കഴക്കൂട്ടത്ത് വരുന്നു. മാത്രമല്ല 50ഓളം മണ്ഡലങ്ങളിൽ കോർപ്പറേഷനിൽ പിടിച്ചിരിക്കുന്നത് BJP ആണ്. അവർ ആറ്റുകാൽ പൊങ്കാല ഭംഗിയായി നടത്തിയതാവട്ടെ, ആ പൊങ്കാലയുടെ ആറ്റുകാൽ ട്രസ്റ്റിൻ്റെ 50 ഏക്കർ സ്ഥലത്തിനകത്തുള്ള ചവർ അവരാണ് മാറ്റേണ്ടത്. അതുമായി ബന്ധപ്പെടുത്തി ചുമ്മാ ആവശ്യമില്ലാത്ത കുത്തിത്തിരിപ്പ് വന്നെങ്കിലും അതൊന്നും നടന്നില്ല. കോർപ്പറേഷൻ വളരെ ഭംഗിയായി കാര്യങ്ങൾ നിർവഹിച്ചു. അതിൽ അദ്ദേഹം കയ്യടി വാങ്ങി. ഒരുപാട് പദ്ധതികൾ കോർപ്പറേഷൻ പ്രഖ്യാപിക്കുന്നു. ഇപ്പം ഈ വീടുകളുടെ പദ്ധതിയൊക്കെ പ്രഖ്യാപിച്ചതിൽ അന്തം വിട്ടിരിക്കുകയാണ് കോർപ്പറേഷനിലെ ഇടതുപക്ഷമൊക്കെ. അവർ ഗവൺമെൻറ് അതിൻ്റെ മുകളിലാണ്, ഞങ്ങൾ അങ്ങനെ ഇങ്ങനെയെന്ന് പറയുന്നെങ്കിലും രാജേഷ് വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ തിരുവനന്തപുരത്ത് നടക്കാൻ സാധ്യതയുണ്ട്. ഈ ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കുന്നത് തീർച്ചയായിട്ടും BJPക്ക് വലിയ സാധ്യതയാണ് തിരുവനന്തപുരത്ത് കാണുന്നത്. ഒരു 2-3 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്ത് പിടിച്ചാൽ പോലും അത്ഭുതമില്ല എന്നുള്ള നിലയിൽ ഹിന്ദു കൺസോൾട്ടേഷൻ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ക്രിസ്ത്യാനികളുടെ ഇടയിലും മുസ്ലിങ്ങളുടെ ഇടയിലും ഒരു ചലനമുണ്ടാക്കാൻ BJPക്ക് ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യ വിഭാഗത്തിലെ ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലും പെന്തക്കോസ്ത് വിഭാഗത്തിലും അതുപോലെ തന്നെ സീറോ മലബാർ വിഭാഗത്തിലുമൊക്കെ അങ്ങനെ ഒരുപാട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് BJPക്ക്. അതുകൊണ്ട് തന്നെ തിരുവനന്തപുരത്ത് വലിയ ഒരു ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കാനുള്ള സാധ്യതകളുണ്ട്. മുരുകസംഗമം നടന്നു പൂജപ്പുരയിൽ. ഇനി അനന്തപുരി ഹിന്ദു മഹാസമ്മേളനം ഏപ്രിലിൽ വരുന്നു. അതുപോലെ തന്നെ ആറ്റുകാൽ പൊങ്കാല വലിയ ഹൈപ്പായിട്ട് നടന്നു. അതുപോലെ പിന്നെ തിരുവനന്തപുരത്ത് കുറേ അധികം പരിപാടികൾ നടക്കുന്നു. ഇതെല്ലാം ഹിന്ദുക്കളുടെ ഒരു വലിയ പ്രോഗ്രാമുകളായി നടക്കുമ്പോൾ ഇതെല്ലാം വോട്ടായി മാറിയാൽ, വോട്ടാകുമോ ഇല്ലേ നമുക്കറിയത്തില്ല. കാരണം ഇതിൽ അന്തം വിട്ട് നിൽക്കുകയാണ് CPM ഒക്കെ. അതുകൊണ്ട് വോട്ടായി മാറിയാൽ തീർച്ചയായിട്ടും വലിയ മാറ്റമായിരിക്കും തിരുവനന്തപുരത്ത് ഉണ്ടാവുക. ആ ഹിന്ദു കൺസോൾട്ടേഷൻ്റെ ഒരു രൂപം തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കൊല്ലത്തും ഒരു പരിധിവരെ ഇത് വരുന്നുണ്ട്. പത്തനംതിട്ടയിൽ പക്ഷേ കുറച്ചുകൂടി സമയമെടുക്കുമെന്നാണ് തോന്നുന്നു. കുറച്ചുകൂടി ടൈം എടുക്കും. പത്തനംതിട്ടയിൽ ഇപ്പോൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും കയറി വരുന്നില്ല. കാര്യം ശബരിമല ഇരിക്കുന്ന പഞ്ചായത്തിൽ പോലും ഈ പറയുന്ന വിഷയങ്ങളൊന്നും അവിടെ കൊണ്ടിട്ടില്ല. പന്തളം ശബരിമലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള വിഷയം വന്നിട്ട് പോലും പന്തളം നഗരസഭ BJPക്ക് നിലനിർത്താൻ കഴിഞ്ഞില്ല. അതേസമയം തിരുവനന്തപുരത്ത് ശബരിമല വിഷയം ഇപ്പോൾ കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ പ്രശാന്തും മറ്റു കാര്യങ്ങളെല്ലാം തിരുവനന്തപുരത്തുള്ളവരാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് അതിൻ്റെ ഒരു അലകളും, ശബരിമല വിഷയത്തിൻ്റെ അലകൾ ഹിന്ദുക്കളുടെ ഇടയിൽ വലിയ പ്രതിഷേധമുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി തിരുവനന്തപുരത്തൊരു കുത്തിത്തിരിപ്പ് ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വന്നാൽ ഹിന്ദു കൺസോൾട്ടേഷൻ തിരുവനന്തപുരത്ത് നടക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ അത് തിരുവനന്തപുരത്ത് വലിയ വോട്ട് പിടിക്കാനുള്ള സാധ്യതയും അത് സീറ്റുകളിലേക്ക് പോകാനും കഴിയും. ചിലപ്പോൾ 4-5 സീറ്റ് കേരളത്തിൽ മൊത്തം പിടിക്കുകയാണെങ്കിൽ അതിൻ്റെ മെജോറിറ്റി സീറ്റും തിരുവനന്തപുരത്ത് നിന്നായിരിക്കുമോ. ഇന്നിപ്പോൾ ശ്രീലേഖ IPS വട്ടിയൂർക്കാവിൽ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട്. അത് വലിയ ഹൈപ്പ് അവർ അടുത്ത ദിവസങ്ങളുണ്ടാക്കും. അവർ കഴിഞ്ഞ ശാസ്ത്രമംഗലം തെരഞ്ഞെടുപ്പിനും തിരുവനന്തപുരത്തെ ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ടുള്ള സ്ഥാനാർത്ഥിയായി വലിയ ഹൈപ്പ് ഉണ്ടാക്കിയത് ശ്രീലേഖ IPSനുണ്ട്. അവർക്ക് അതിനുള്ളൊരു കഴിവ്, എന്തായാലും ഒരു സംഘാടകയുടെ എല്ലാ കഴിവുമുണ്ട്. അവർ ഇറങ്ങി തന്നെ പ്രവർത്തിക്കുന്ന രീതിയുണ്ട്. അതുപോലെ V മുരളീധരൻ കഴക്കൂട്ടത്ത് തന്നെ ഉണ്ട്. കഴിഞ്ഞ 10 വർഷമായി കഴക്കൂട്ടത്ത് തന്നെയുണ്ട്. വലിയൊരു ശതമാനം വോട്ട് അവർക്ക് പിടിക്കാൻ കഴിയും. അത് ചിലപ്പോൾ ജയത്തിലേക്ക് പോയേക്കാം. കാരണം കടകംപള്ളി സുരേന്ദ്രൻ്റെ ഇമേജ് ഇപ്രാവശ്യം വലിയ തോതിൽ കുറഞ്ഞിരിക്കുകയാണ്.
കോൺഗ്രസ്സിന് ആരാണ് സ്ഥാനാർത്ഥി എന്ന് പോലും അറിയാത്തൊരു സാഹചര്യമാണ് ഉള്ളത്. അതുപോലെ തന്നെയാണ് തിരുവനന്തപുരത്തിൻ്റെ സെൻട്രലിലും വലിയ ഹിന്ദു കൺസോൾട്ടേഷനുള്ള സ്ഥലമാണ്. ഹിന്ദു വോട്ട് ധാരാളമുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യൻ വോട്ടുമുണ്ട്, മത്സ്യത്തൊഴിലാളികളുടെ വോട്ടുമുണ്ട്. പക്ഷെങ്കിലും ഹിന്ദു വോട്ട് ധാരാളമുള്ള പ്രദേശങ്ങളാണ്. അപ്പോൾ തിരുവനന്തപുരത്തുള്ള ഒരു 4-5 മണ്ഡലങ്ങളിൽ ഈ കാട്ടാക്കട, കോവളം അങ്ങനെയല്ല, കോവളം കുറച്ചുകൂടി ഹിന്ദു കൺസോൾട്ടേഷൻ വരാൻ സാധ്യതയുള്ള മണ്ഡലമല്ല. മാത്രമല്ല ഇപ്പോൾ കോവളത്ത് ഒരു ഭഗത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടി കയറി മത്സരിക്കുന്നുണ്ട്. അപ്പോൾ വിൻസെൻറ്റും ഭഗത്തും വലിയ മത്സരമായിരിക്കും കാഴ്ചവെക്കുന്നത്. നിലവിൽ 2 പ്രാവശ്യത്തെ MLA ആയിട്ടുള്ള വിൻസെൻറ്റും ഭഗത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും തമ്മിൽ, ഭഗത്ത് അവിടുത്തെ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ് ആയിരുന്നു. അപ്പോൾ വലിയ മത്സരമാണ് നടക്കുന്നത്. അപ്പോൾ അത് സാധ്യത കുറവാണ്. പക്ഷേ മാറ്റ് ഒരു 3-4 മണ്ഡലങ്ങൾ എടുത്താൽ, പ്രത്യേകിച്ച് നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, കാട്ടാക്കട, തിരുവനന്തപുരം സെൻട്രൽ, അങ്ങനെ ഒരു 4-5 മണ്ഡലം എടുത്താൽ വളരെ ശക്തമായിട്ടുള്ള ഹിന്ദു കൺസോൾട്ടേഷൻ നടക്കാൻ സാധ്യതയുണ്ട്. അത് BJPക്ക് ഗുണം ചെയ്യുമോ, അതോ CPMന് ഗുണം ചെയ്യുമോ, അതോ കോൺഗ്രസ്സിനാണോ ഗുണം ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ശബരിമല വിഷയം വന്നപ്പോൾ അത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന്, ഇപ്പോഴത്തെ അല്ല, ഇപ്പോൾ ഉടനെ കഴിഞ്ഞതല്ല, അതിന് മുമ്പുള്ള പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് വളരെ കൃത്യമായി അത് കോൺഗ്രസ്സിനാണ് ഗുണം ചെയ്തത്. അതുപോലെ ആർക്ക് ഗുണം ചെയ്യുമെന്നറിയില്ല. പക്ഷേ എന്തായാലും ഒരു കൺസോൾട്ടേഷൻ വോട്ടിൻ്റെ കാര്യത്തിൽ നടക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമായി നമ്മൾ കാണേണ്ടുന്നതാണ്. CPMനെ സംബന്ധിച്ചിടത്തോളം അവർ 10 സ്ഥാനാർത്ഥികളെയും, ഇപ്പോൾ അവർ പുതിയ എല്ലാ സ്ഥാനാർത്ഥികളെയും, 10 അല്ല, അവർ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളെയും, 10 ആണല്ലോ അവരുടെ സീറ്റ്, 10 സ്ഥാനാർത്ഥികളെയും അവർ നിർത്തിയിരിക്കുന്നത് പുതുമുഖങ്ങളെ അല്ല, പഴയ ആളുകൾ തന്നെയാണ്. വർക്കലയിൽ ജോയിയിൽ തുടങ്ങി, ആറ്റിങ്ങൽ വരുമ്പോൾ അംബികയിലായി, പിന്നെ ഇങ്ങോട്ട് കഴക്കൂട്ടം വരുമ്പോൾ കടമ്പള്ളി സുരേന്ദ്രൻ, ഇങ്ങനെ തുടങ്ങി തിരുവനന്തപുരം ആൻ്റണി രാജുവിൻ്റെ ഇപ്പം നമുക്കറിയത്തില്ല അവിടെ ആര് മത്സരിക്കുമെന്ന്. നെടുമങ്ങാട് CPI ആണ് ജയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോവളം കോൺഗ്രസ്സാണ് ജയിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഒഴിച്ചാൽ, CPIയുടെയും കോവളം ഈ കാര്യങ്ങളൊക്കെ ഒഴിച്ചാൽ ബാക്കിയുള്ള എല്ലാ 10 മണ്ഡലങ്ങളിലും നിലവിലുള്ള MLAമാരെയാണ് വീണ്ടും മത്സരിക്കുന്നത്. പക്ഷേ അവർക്കെതിരെ നിൽക്കുന്ന സ്ഥാനാർത്ഥികൾ, അത് കോൺഗ്രസിൻ്റെ ആയാലും BJPയുടെ ആയാലും സ്ഥാനാർത്ഥികൾ വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഹിന്ദു കൺസോൾട്ടേഷൻ തിരുവനന്തപുരത്ത് ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയും നമ്മളെ മുന്നിൽ കാണണം. അത് ആർക്ക് ഗുണം ചെയ്യുമെന്ന് പറയാൻ ഇനി വളരെ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. ഇലക്ഷന് മുമ്പേ നമുക്കത് വിശകലനം ചെയ്യാം.